വാസുവുമായി അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് പോവുകയാണ്. യാത്രയിലാണ് ഹരിമോഹൻ നമുക്കൊപ്പമുണ്ട്. ഹരിമോഹൻ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണ്. എല്ലാ വിവരങ്ങളും വാസു കുറ്റസമ്മതം നടത്തി കാണുമല്ലേ? തീർച്ചയായിട്ടും സുജയ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാസു പല കാര്യങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഒക്കെ തന്നെ മറുപടി പറയാതെ മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കട്ടിളപ്പാളി കടത്തിയ സമയത്തെയും ദ്വാരപാലക പാളി കടത്തിയ സമയത്തെയും നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് SIT വാസുവിനെ സമീപിച്ചത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ വാസു ആ മറുപടികളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് SIT വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും നിശബ്ദനായിരിക്കുകയായിരുന്നു വാസു. ആ രേഖകൾ മുന്നോട്ട് വെച്ച് കാണിച്ചപ്പോൾ പോലും വാസു കാര്യമായി ഒന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ ഇത്രത്തോളം നീണ്ടത് എന്നുകൂടിയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിൽ, അതായത് തെളിവുകളെല്ലാം വാസുവിനെതിരായി വരികയും ഇനി അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് എത്തുകയുമായിരുന്നു SIT ചെയ്തത്. കുറ്റസമ്മതം എന്നുള്ള നിലയിലേക്ക് വാസു ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ കത്ത് താൻ എഴുതിയത് തന്നെയാണ് എന്ന് വാസു സമ്മതിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വാസുവിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. അതിനകത്തൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ പരമാവധി നീട്ടിക്കൊണ്ടുപോയി ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് വാസു സമ്മതിക്കുമോ എന്നുള്ളതായിരുന്നു SIT പരിശോധിച്ചിരുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ അവസാന സമയവും സമ്മതിച്ചില്ല. ഒടുവിൽ ആ രേഖകളും തെളിവുകളും ഒക്കെ തന്നെ എതിരായി വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന നടപടിയിലേക്ക് SIT കടന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം ഈ വിവരങ്ങൾ രേഖപ്പെടുത്തും. അതായത് വാസുവിനെതിരായിട്ടുള്ള തെളിവുകൾ, വാസുവിനെതിരെ ലഭിച്ചിട്ടുള്ള മറ്റ് രേഖകൾ ഒക്കെ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് നിലവിൽ SITയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് ഈ റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിലേക്ക് പോവുകയാണ്. വാസുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ്. റഹീസ് റഷീദ്, വാസുവിന് കിട്ടിയ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ്, അത് വാസുവിന്റെ അറസ്റ്റ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വിമർശനം തന്നെ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഗുണമാകില്ലേ? രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരിക്കും വാസുവിൻ്റെ ഈ ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് വാസു ഇടതുപക്ഷ സഹയാത്രികനാണ്. കുളക്കടവ് പഞ്ചായത്തിൽ, കൊല്ലത്തെ കുളക്കടവ് പഞ്ചായത്തിൽ LDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പിന്നീട് 2015 ശേഷമുള്ള LDF മന്ത്രിസഭ വന്ന സമയത്ത് അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഇതിനിടയിൽ ദേവസ്വം ബോർഡിന്റെ 2 തവണ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായി 2013 ഒപ്പം ഈ വിവാദങ്ങൾ നടക്കുന്ന 2019 ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായി. പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി LDF സർക്കാർ വാസുവിനെ കൊണ്ടുവന്നു. വാസുവിനെ കൊണ്ടുവന്ന സമയത്ത് വലിയ തോതിൽ സർക്കാരിനെ എല്ലാവരും പ്രകീർത്തിച്ചതാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് സർക്കാരിനൊക്കെ വലിയ കയ്യടി നേടിയതുമാണ്. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി വാസുവിൻ്റെ പങ്ക് പറയുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വാസുവിൻ്റെ പങ്കിനെ കുറിച്ച് പറയുന്നത് 16/2/2019 ദേവസ്വം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താം എന്ന് പറഞ്ഞ് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് ഒരു ശുപാർശ കൊടുത്തു. 16/2/2019 ആ ശുപാർശ കൊടുത്തത്. ആ ശുപാർശയുള്ള ഫയലിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു എഴുതിയപ്പോൾ സ്വർണം പൂശിയ കട്ടിളപ്പാളി എന്നത് ചെമ്പുള്ള കട്ടിളപ്പാളിയായി. അതിനകത്തെ സ്വർണം പൂർണ്ണമായും മാറ്റി ചെമ്പുള്ള കട്ടിളപ്പാളി എന്ന് എഴുതി വെക്കുകയും ആ ഫയൽ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ വെക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡിന്റെ യോഗം 19/3/2019 ഈ ഫയൽ പരിശോധിച്ചത്. ഇതിൽ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശുപാർശ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളി കൊടുത്തുവിടാം എന്നായതുകൊണ്ട് അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ്, അതായത് അന്ന് ദേവസ്വം കമ്മീഷണറാണ് വാസു, ദേവസ്വം ബോർഡ് പത്മകുമാറാണ്. പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് വാസുവിന്റെ ഈ ശുപാർശ പൂർണ്ണമായും അംഗീകരിച്ച്
കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്നത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തലെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമായും ആ ഒത്തുകളിക്ക് കൃത്യമായ ഇടപെടൽ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വാസു നടത്തി എന്നതാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇമെയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയക്കുന്നത്. ആ ഇമെയിലിൽ പറയുന്നത് കട്ടിളപ്പാളിയിൽ നിന്ന് ബാക്കി വന്ന സ്വർണം 4 കിലോ 200 ഗ്രാമാണ് കട്ടിളപ്പാളയിൽ നിന്ന് അന്ന് വേർതിരിച്ചെടുത്തത്. അതിൽ പകുതി മാത്രമാണ് സ്വർണം പൂശാൻ വേണ്ടി ഉപയോഗിച്ചത്. അതും ആ സ്വർണമല്ല എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ബാക്കി വന്ന ഏതാണ്ട് 2 കിലോയോളം വരുന്ന സ്വർണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മറ്റാരുടെയോ വിവാഹം നടത്താൻ വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഒരു ഇമെയിൽ അയക്കുകയാണ് ചെയ്തത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വാസു മാധ്യമങ്ങളെ അന്ന് കണ്ടത് സുജയടക്കം പ്രേക്ഷകരടക്കം ഓർക്കുന്നുണ്ടാകും. ഞാൻ ഒരു തെറ്റും ചെയ്തു, പക്ഷേ ഞാനത് ഓർക്കുന്നുണ്ട്. എന്നാൽ റഹീസ്, മറ്റൊരു കാര്യം, രേഖകളിൽ തിരുത്തൽ വരുത്തിയതടക്കം അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ വാസു പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല, ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതാണ് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ സ്റ്റൈലിൽ നിന്ന വാസു പിന്നീട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ചോദ്യം ചെയ്യലിൽ പെട്ടുപോവുകയായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. ഇത് എന്തിനാണ്? സ്വാഭാവികമായും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലിരിക്കുന്ന സ്വർണം, അയ്യപ്പന്റെ സ്വർണം, കല്യാണം നടത്താൻ വേണ്ടി ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ, അതെന്തിന് ഫോർവേഡ് ചെയ്തു എന്ന് അന്ന് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ ഞാനടക്കം പങ്കെടുത്തതാണ്. അന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചാണ്. പക്ഷേ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഫ്രണ്ടിലേക്ക് ഒരു മെയിൽ വരുമ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കൊടുത്തതാണെന്ന് കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയാണ് അന്ന് വാസു പറഞ്ഞത്. പക്ഷേ SIT കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, സുധീഷ് കുമാറുണ്ട്, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ, മുരാരി ബാബു എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു ഉണ്ട്. ഈ 4 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൃത്യമായി ഇതിനകത്ത് പങ്ക് എൻ വാസുവിനുണ്ട് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുകയായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിനിൽ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്നത് എൻ വാസു ആണ് എന്ന നിഗമനത്തിലേക്ക് SIT എത്തുകയാണ്. വർഷങ്ങളായി അവിടെ ജോലി ചെയ്ത, ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായി നിന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോറ്റിക്ക് അനുകൂലമായി, പോറ്റിക്ക് കള്ളക്കടത്ത് നടത്താൻ കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ സമയത്ത് കൂട്ടുനിന്ന ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൃത്യമായി ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും.